യേശു എഴുന്നള്ളുമീ നിമിഷം എത്ര മോഹനം. ആത്മാവിൽ പൂമഴയാൽ സ്വർഗനാഥനിൽ ആഗതനാ. സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. യേശു എഴുന്നള്ളുമീ നിമിഷം എത്ര മോഹനം. ആത്മാവിൽ പൂമഴയാൽ സ്വർഗനാഥനിൽ ആഗതനാ. സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. അമ്മയേക്കാൾ സ്നേഹമേറും ദൈവമേ സർവസ്വമേ, ഏകനായി ഞാൻ നിന്റെ മുൻപിൽ ദാഹമോടെ നിന്നിടുന്നു. അവിവേകിയായി അരുതായ്മകൾ ചെയ്തു പോയ ഓർക്കരുതേ. എല്ലാവരും ചേർന്ന് അലിവോടെ നിൻ മകനാക്കണേ. ലോകപാത ഞാൻ വെടിയാ. രണ്ട് കരങ്ങൾ ഉയർത്തി ആരാധന 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 ആരാധന. അന്തരം തുറന്ന് സ്തുതിക്കട്ടെ. ആരാധന 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 ആരാധന. ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ദൈവശക്തിയോട് നിറയട്ടെ, ആത്മശക്തിയോട് നിറയട്ടെ. പരിശുദ്ധാത്മാവ് ശക്തി അവിടെ വ്യാപരിക്കട്ടെ. വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കുദാശയുടെ ശക്തി വ്യാപരിക്കട്ടെ. ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നീ അവിടുന്ന് കണക്കിലെടുക്കരുതേ. നിന്റെ കരുണക്കടയിൽ ഞങ്ങളെ മുക്കിയെടുക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന വികാരങ്ങൾ, വിചാരങ്ങൾ നീ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി യേശുവേ ആരാധന. ഒന്ന് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന. ഒന്ന് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന. കുഞ്ഞു പൈതങ്ങളെ പോലെ ആരാധിച്ച് യേശുവേ ആരാധന. യുവജനങ്ങളോടൊപ്പം ആരാധിച്ച് യേശുവേ ആരാധന. ദമ്പതികളോടൊപ്പം ആരാധിച്ച് യേശുവേ ആരാധന. സമർപ്പിതരോടൊപ്പം ആരാധിച്ച് യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പി ആരാധിച്ച് യേശുവേ ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാൽവരിയിൽ കിടന്ന് പിടയുന്ന കർത്താവിനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. കാൽവരിയുടെ നെറുകയിൽ കിടന്നുകൊണ്ട് യേശു പ്രാർത്ഥിച്ചു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല. യേശു പ്രാർത്ഥിച്ചു. ഇരു കരങ്ങളും സ്വർഗത്തോളം പിതാവിന്റെ സന്നിധിയിലേക്ക് യേശു ഉയർത്തിയത്. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല. നമ്മളും പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം ക്ഷമിക്കാൻ സാധിക്കുന്നുവോ ക്ഷമിക്കുന്നവന്റെ പ്രാർത്ഥന മാത്രമേ ദൈവം കേൾക്കുകയുള്ളൂ. പൂർവ്വപിതാവായ അബ്രാഹത്തെ കുറിച്ച് പറയുകയാണ്. പൂർവ്വപിതാവായ അബ്രാഹത്തിന്റെ ജീവിതത്തിൽ
ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും, അങ്ങനെ നീയൊരു അനുഗ്രഹമായി തീരും. എന്നാൽ അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ദൈവത്തിന് അനുഗ്രഹം ഒഴുകുന്നില്ല. അബ്രാഹം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകാത്തതിന് കാരണം? അബ്രാഹം തിരിച്ചറിയുകയാണ്, ദൈവം എന്നോട് പറഞ്ഞത് പലതും എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകാത്തത്. നമ്മളും ഓർത്തോ, ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന മക്കളാ. എന്നാൽ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകുന്നില്ലെങ്കിൽ, ദൈവം പറഞ്ഞതിനോട്, ദൈവത്തിന്റെ കൽപ്പനകളോട് ഞാൻ പലപ്പോഴും പ്രത്യുത്തരിക്കാത്തതുകൊണ്ടാ. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിന്റെ പിതൃഭവനത്തെയും നിന്റെ ദേശത്തെയും നിനക്കുള്ളതെല്ലാം വിട്ട് ഞാൻ കാണിച്ചു തരും ദേശത്തേക്ക് നീ പോകുക. എന്നാൽ ദൈവം ആഗ്രഹിക്കാത്ത പലതും അബ്രാഹം തൻ്റെ കൂടെ കൊണ്ടുപോയി. അത് മറ്റൊന്നുമല്ല, ലോത്തിനെ അബ്രാഹം കൂടെ കൊണ്ടുപോയത്. ഈ ലോത്ത് കൂടി ഉണ്ടായിരുന്നിടത്തോളം കാലം അബ്രാഹത്തിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകുന്നില്ല. നമ്മൾ ഓർത്തോ പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കാത്ത എന്തെങ്കിലും എൻ്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകിയില്ല. ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് ഉപവസിക്കുന്നുണ്ട്, ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഞാൻ തമ്പുരാന്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ദൈവം ആഗ്രഹിക്കാത്ത എന്തെങ്കിലും സ്വഭാവങ്ങൾ എൻ്റെ കൂടെ കൊണ്ടുപോയി നടക്കുന്നുണ്ടെങ്കിൽ, ദൈവം ആഗ്രഹിക്കാത്ത ബന്ധങ്ങൾ എൻ്റെ കൂടെ കൊണ്ടുപോയി നടക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയില്ല എന്ന് ഈ കാലഘട്ടത്തിൻ്റെ ദൈവമക്കളെ, ഈ ദൈവമക്കൾ തിരിച്ചറിഞ്ഞു. ചില ദേശങ്ങളിൽ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ അവിടെയുള്ള വലിയ പ്രശ്നം എന്താണെന്നറിയോ? അവിടെ വസ്തുസംബന്ധമായ മേഖലയിൽ ശ്രമിക്കാനുള്ളവരുടെ എണ്ണം എന്തെന്നില്ലാത്ത രീതിയിൽ കൂടുതലാണ്. അയൽക്കാർ തമ്മിൽ വസ്തുസംബന്ധമായ മേഖലയിൽ എന്നും ഭിന്നിപ്പും കലഹം കോടതി കേസുമായി പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ വസ്തുസംബന്ധമായ മേഖലയിൽ പ്രശ്നങ്ങൾ, അതിർത്തി പ്രശ്നങ്ങൾ, അപ്പം തന്നു പോരാ, അല്ലെങ്കിൽ സഹോദരങ്ങൾ തന്നു പോരാ, ഒരു മരത്തിന്റെ പേരിൽ, ഒരു ഇഞ്ച് സ്ഥലത്തിന്റെ പേരിൽ, ഒരു സെന്റ് സ്ഥലത്തിന്റെ പേരിൽ അവിടെയെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്ന അവസ്ഥ. ചില കുടുംബത്തിന്റെ തായ്വേരുകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, തലമുറകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, അവിടെ ഭിന്നിപ്പും കലഹങ്ങളും വെറുപ്പും കോടതി കേസുകളുമായി നടക്കുന്ന അവസ്ഥയാ. ഒരു കുടുംബത്തിന്റെ പ്രതിസന്ധി ഞാൻ ഈ കാലഘട്ടത്തിൽ കാണാനിടയായി. ഏകദേശം 3 തലമുറയോളമായി അവർ കോടതി കേസുമായി നടക്കുന്നു. 1.5 കോടി രൂപയാണ് ഈ 3 തലമുറകളിലൂടെ അവർ കോടതി കേസുകളുമായി നടക്കുന്നതിന് വേണ്ടി അവർക്ക് ചെലവഴിക്കേണ്ടി വന്നത്. എന്തിൻ്റെ പേരിലാ? പലപ്പോഴും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, വലിയ വലിയ പ്രശ്നങ്ങളുടെ പേരിലല്ല ഈ വലിയ വലിയ പ്രക്ഷുബ്ധമായ അവസ്ഥകളും കോടതി കേസുകളും ഭിന്നിപ്പം ദൈവികമായ ക്രമ കുടുംബത്തിലേക്ക് ഒഴുകുന്ന തടസ്സമായി നിൽക്കുന്നത്. മറിച്ച് നിസ്സാരമായ കാര്യങ്ങളുടെ പേരില പലപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നാം കണ്ടുമുട്ടേണ്ടത് അബ്രാഹത്തെയും അബ്രാഹത്തിന്റെ സഹോദരൻ ലോത്തിനെയും. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ 2 കഥാപാത്രങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. ഈ അബ്രാഹാം തൻ്റെ സഹോദരനായ ലോത്തിനോട് പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ 2 കുടുംബങ്ങളൊക്കെ ആയല്ലോ, അതുകൊണ്ട് തന്നെ നമുക്കുള്ളത് മുഴുവൻ കലഹമുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് വീതം വെക്കാമെന്ന്. ലോത്ത് പറയുന്ന ഇങ്ങനെയാ. ഈ ലോത്ത് ആ സമയത്ത് പറയുക, എനിക്കേതു ഭാഗാ വേണ്ടേ, നമുക്ക് ഉള്ളത് മുഴുവൻ വീതം വെക്കാം. ഇന്നത്തെ കാലത്തെ പോലെ 1 ഏക്കറും 5 ഏക്കറും 10 ഏക്കറും നമ്മൾ വീതം വെക്കില്ലല്ല. നിനക്കേതു ഭാഗമാണ് വേണ്ടേ, ആ ഭാഗം നീ എടുത്തോ എന്ന് അബ്രാഹാം ലോത്തിനോട് പറയുക. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഇതുപോലത്തെ ഒരു സഹോദരനെ നമുക്ക് കാണാൻ സാധിക്കൂ ഈ കാലഘട്ടത്തിൽ. ഇവിടെ നാം വായിക്കുന്ന ഇങ്ങനെയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 7-ാം തിരുവചനം, അബ്രാഹത്തിന്റെയും ലോത്തിന്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. വീണ്ടും 8-ാമത്തെ വചനം പറയാണ്, അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതിനുശേഷം ഇവര് ഉള്ളത് വീതം വെക്കാൻ പോവുക. വീതം വെക്കാൻ വേണ്ടി
ഈ അബ്രാഹാം ലോത്തിനോട് പറയുക, നിനക്കേതാണോ വേണ്ടത് അത് നീ എടുത്തോ, ബാക്കിയുള്ള എനിക്ക് മതി. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ 4 സഹോദരന്മാരുണ്ട് എന്ന് വിചാരിക്കെ. അതിൽ മൂത്ത സഹോദരൻ ഇങ്ങനെ പറയുകയാണ്, അനിയന്മാരെ നിങ്ങൾക്ക് ഏത് വേണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തോ, ബാക്കിയുള്ള എനിക്ക് മതി. ഇങ്ങനെ പറയുന്ന സഹോദരന്മാർ ഈ കാലഘട്ടത്തിലുണ്ടോ? എന്നാൽ ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞൊരു സഹോദരനെ കാണുകയാണ്, അബ്രാഹത്തെ. ഈ അബ്രാഹാം ലോത്തും വീതം വെക്കുക. ഈ ലോത്ത് പറഞ്ഞു, എനിക്ക് വേണ്ട ഏതാണെന്നറിയോ? ജോർദാൻ അക്കരെ ദൈവത്തിന്റെ പറുദീസ എന്നറിയപ്പെടുന്ന ഈ സ്ഥലമാണ് എനിക്ക് വേണ്ടത്. ഏറ്റവും സമ്പൽ സമൃദ്ധമായ സ്ഥലം, ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്ന സ്ഥലം, ഏറ്റവും കൂടുതൽ എല്ലാവരും ആഗ്രഹിക്കുന്ന സ്ഥലം, ഈ സ്ഥലമാണ് ലോത്ത് എടുത്തത്. ദൈവത്തിന്റെ പറുദീസ എന്നറിയപ്പെടുന്ന സ്ഥലം ലോത്ത് എടുത്ത് ലോത്തും കുടുംബവും അങ്ങോട്ട് പോവുക. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഈ ലോത്ത് എടുത്ത സ്ഥലത്തിന് പിന്നീട് എന്താ സംഭവിച്ചേ? അത് തീയും ഗന്ധവും ഇറക്കി ദൈവം നശിപ്പിച്ച് കളഞ്ഞ സ്ഥലമായി തീർന്നു. ലോത്ത് എടുത്ത ഏത് സ്ഥലം? ദൈവത്തിന്റെ പറുദീസ എന്നറിയപ്പെടുന്ന സ്ഥലം, ഏറ്റവും ഫലപുഷ്ടമായ സ്ഥലം. ഇതാ ലോത്ത് എടുത്തത്. പക്ഷേ ദൈവം ആ സ്ഥലത്തെ നശിപ്പിച്ച് കളയും നാം കാണുക. കണ്ടോ പ്രിയപ്പെട്ടവരെ, സ്വന്തം ബുദ്ധി കൊണ്ടാ ലോത്ത് ഈ സ്ഥലം എടുത്തത്, അല്ലാതെ ദൈവത്തോട് ആലോചിച്ച് ചോദിക്കുകയല്ല ചെയ്തത്. ഏറ്റവും നല്ല ഇങ്ങോട്ട് പോന്നേ, ഏറ്റവും നല്ല ഇങ്ങോട്ട് പോന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ലോത്ത് ആ സ്ഥലം എടുക്കുക. എന്നാൽ ഈ അബ്രാഹാം എന്താ ചെയ്തതെന്നറിയോ? സഹോദര, നിനക്ക് ആ സ്ഥലമാണ് വേണ്ടതെങ്കിൽ നീ ആ സ്ഥലം എടുത്തോ, ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഞാൻ പൊക്കോളാം. ഈ ബാക്കിയുള്ള സ്ഥലം അബ്രാഹാം എടുക്കുക. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, അബ്രാഹാം എടുത്ത സ്ഥലത്തെ ദൈവം തേനും പാലും ഒഴുക്കുന്ന കാനാൻ ദേശമാക്കി അവിടുന്ന് മാറ്റി. ഇന്ന് പ്രിയപ്പെട്ടവരെ, വസ്തുസംബന്ധമായ മേഖലയിൽ ഏതെങ്കിലും വ്യക്തികൾ ഈ സമയം ദുഃഖിക്കുന്നുണ്ട്. സാമ്പത്തികമായ മേഖലയിൽ ഈ മേഖലയിൽ ക്ഷമിക്കാനുണ്ട്. സഹോദരങ്ങളോട്, മാതാപിതാക്കളോട്, അയൽക്കാരോട് ക്ഷമിക്കാനുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തികൾക്ക് നൽകുന്ന സന്ദേശമാണ്, ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് നീ ഭൂമി സ്വീകരിക്കുക. ദൈവത്തിന് നിന്റെ സ്ഥലത്തെ, കിട്ടിയിരിക്കുന്ന ഈ ഭാഗത്തെ തേനും പാലും ഒഴുക്കുന്ന കാനാൻ ദേശമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷേ ഈ കാലഘട്ടത്തിലും കാണുന്നില്ലേ, ഒരു റബ്ബർ മരം ഇത് എന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങൾ തമ്മിൽ കലഹിക്കുന്നു. വീതം വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് അതിർത്തിയിലായി, ഇത് എന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കലഹിക്കുന്നു. ഇതുപോലെ തന്നെ കാണുന്നില്ലേ, ഇതാ 1 ഇഞ്ച് സ്ഥലത്തിന്റെ പേരിൽ, ആ മതിൽ കെട്ടിയതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഇതാ 2 അടിയുടെ പേരിൽ സഹോദരങ്ങൾ, അയൽക്കാർ തമ്മിൽ ഭിന്നിപ്പുണ്ടായിരിക്കുന്നേ. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും വ്യക്തിയുടെ തലയിൽ വസ്തുസംബന്ധമായ മേഖല ക്ഷമിക്കാനുണ്ടെങ്കിൽ നീ ക്ഷമിക്കാൻ തയ്യാറായിക്കോ. ക്ഷമിക്കുന്ന വേളയിൽ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും തലമുറകളെയും അബ്രാഹത്തിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹിക്കും എന്നുള്ളതാ. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഒരുപാട് കുടുംബങ്ങളില് ഈ വസ്തുസംബന്ധമായ മേഖലയിൽ, സാമ്പത്തികമായ മേഖലയിൽ ക്ഷമിക്കാനുണ്ട് എന്നുള്ളതാ. സ്ത്രീധനം തന്നു പോരാ, അല്ലെങ്കിൽ അതിർത്തി പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കോടതി കേസുകളുമായി കയറിയിറങ്ങി നടക്കുന്നുകൊണ്ട് ഇരിക്കുക. ഇന്ന് നീ ഒന്ന് തീരുമാനെടുത്തേ, ദൈവത്തിന് നിന്റെ സ്ഥലത്തെ പറുദീസയാക്കി മാറ്റാൻ സാധിക്കും. ദൈവത്തിന് ഈ സ്ഥലത്തെ, നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ സ്ഥലത്തെ ഉണ്ടല്ലോ, അത് കാനാൻ ദേശമാക്കി മാറ്റാൻ സാധിക്കും. അബ്രാഹത്തിന് ദൈവം ചെയ്തു കൊടുത്തതുപോലെ നിന്റെ മക്കളിലൂടെ ആയിരിക്കാം, നിന്റെ തലമുറകളിലൂടെയായിരിക്കാം അത് സംഭവിക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. സങ്കീർത്തന പുസ്തകം 86-ാം അധ്യായം 5-15 തിരുവചനങ്ങൾ. ഇവിടെ വചനം പറയുന്ന ഇങ്ങനെയാണ്: കർത്താവേ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായി കൃപ കാണിക്കുന്നു. കർത്താവേ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. വീണ്ടും വചനം പറയുകയാണ്:
15-ാമത്തെ വചനം ഇങ്ങനെയാണ്: എന്നാൽ കർത്താവേ, അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. അങ്ങ് ക്ഷമാശീലനും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാണ്. ദൈവത്തിന്റെ സ്വഭാവമാണ് അങ്ങ് ക്ഷമാശീലനാണ്, വിശ്വസ്തനാണ്, അങ്ങ് സ്നേഹസമ്പന്നനാണ് എന്ന്. ഈ അപ്പന്റെ ആരാ നമ്മളൊക്കെ? ഈ അപ്പന്റെ മുമ്പിലാ നമ്മളായിരിക്കുന്നത്. വിശുദ്ധ ചാവറ പിതാവ് പരിശുദ്ധ കുർബാനയെ നോക്കിക്കൊണ്ട്, ഈശോയെ നോക്കിക്കൊണ്ട് വിളിച്ചു, അപ്പാ. ഈ അപ്പന്റെ ആരാ? നമ്മൾ ഓരോരുത്തരും അപ്പന്റെ മക്കളാ, അപ്പന്റെ മോനാ, അപ്പന്റെ മോളാ ഞാൻ. അപ്പന്റെ സ്വഭാവം എന്താ? അപ്പന്റെ സ്വഭാവം, അപ്പൻ ക്ഷമാശീലനാ, അപ്പൻ സ്നേഹസമ്പന്ന, എൻ്റെ അപ്പൻ വിശ്വസ്തനാ. എങ്കിൽ അപ്പന്റെ മക്കളായി ഞാൻ ആരുടെ സ്വഭാവം കാണിക്കണ്ടേ? ഞാനും കാണിക്കണം അപ്പന്റെ സ്വഭാവം. അപ്പന്റെ സ്വഭാവം കാണിക്കാത്ത മക്കളെ എന്തെന്നാ വിളിക്കുക? ഇന്നൊരുപാട് പ്രതിസന്ധികളുടെ കാരണം ഇത് തന്നെയാണ് മക്കളെ. ഒരുപാട് കുടുംബങ്ങളിലേക്ക് ദൈവത്തിന് കൃപയൊഴുകാത്തതിന്റെ കാരണം ഹൃദയത്തിൽ കൊണ്ടുപോയി നടക്കുന്ന വെറുപ്പും വിദ്വേഷവും. നമുക്കിന്ന് മുട്ടുകൾ കുത്താം. ആരുടെ മുമ്പിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്? അപ്പന്റെ മുമ്പിലാ. ക്ഷമിക്കാനുള്ള വ്യക്തികളെ മുഴുവൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ. പല വ്യക്തികളുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പല പേരുകളും കേൾക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരായി തീരുന്നുണ്ട്. പല സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ ഒളിച്ചോടാൻ ബോധപൂർവം നമ്മൾ തയ്യാറാവുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ക്ഷമിക്കാനുള്ള മേഖലയല്ലേ? ക്ഷമിക്കാനുള്ള വ്യക്തികളെയൊക്കെ ഓർത്ത്, കർത്താവേ നീ അവരെ അനുഗ്രഹിക്കണമേ, കർത്താവേ നീ അവിടെ നിന്ന് ആശീർവദിക്കണമേ. കർത്താവ് പറഞ്ഞില്ലേ, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല. കർത്താവ് ഒരിക്കലും, എന്തുകൊണ്ടാ നീ എന്നോട് അങ്ങനെ ചെയ്തത്? നീ എന്തുകൊണ്ട് എന്നെ ചാട്ടവാര കൊണ്ട് അടിച്ചത്? എന്തുകൊണ്ടാ നീ എൻ്റെ തലയിലേക്ക് മുൾക്കിരീടം വെച്ചു തന്നത്? എന്തുകൊണ്ടാ നീ എൻ്റെ തോളിലേക്ക് കുരിശ് വെച്ചു തന്നത്? കർത്താവ് ഒന്നിനും കാര്യം ചോദിച്ചില്ല, ഒന്നിനെയും ന്യായീകരിക്കാൻ പോയില്ല. മറിച്ച് കർത്താവ് ശംഖ് തുറന്ന് ഈ മക്കളോട് മുഴുവൻ ക്ഷമിച്ചുവെങ്കിൽ നിനക്ക് ഹൃദയം തുറന്ന് ക്ഷമിക്കാൻ സാധിക്കട്ടെ. കൃപയുള്ള മക്കൾക്ക് ക്ഷമിക്കാൻ സാധിക്കുക. രണ്ട് കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിയ മക്കളെ, യേശുവേ യേശുവേ എന്ന് വിളിച്ചേ. ഒരു തുള്ളി കണ്ണുനീരൊഴുകട്ടെ, ഒരു തുള്ളി കണ്ണുനീരൊഴുകട്ടെ. അത് അനുതാപത്തിന്റെയാ, ക്ഷമയുടെ കണ്ണുനീരാ. വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചേ, യേശുവേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. എല്ലാവരും ചേർന്ന് ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. രണ്ട് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. പൂർവ്വപിതാവായ ജോസഫ് തൻ്റെ സഹോദരങ്ങൾ തന്നെ പീഡിപ്പിച്ചു. തൻ്റെ പേരിൽ അന്യായങ്ങൾ പറഞ്ഞ് ദുഷ്പ്രചരണങ്ങൾ നടത്തി. അപ്പൻ്റെ അടുക്കൽ പോലും താൻ മരിച്ചുപോയെന്ന് ചെന്ന് പറഞ്ഞു. അവനെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു ഈ സഹോദരങ്ങൾ. പിന്നെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് ഈജിപ്തുകാർക്ക് അടിമയായിട്ട് തന്നെ വിറ്റു. ഇത് അവസാനം പൂർവ്വപിതാവായ ജോസഫ് ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി തീർന്നു. ഈ സഹോദരങ്ങളുടെ ദേശത്ത് പട്ടിണിയും പരിവട്ടവുമായി തീർന്നപ്പോൾ ഈജിപ്തിലേക്ക് ജോസഫിന്റെ സന്നിധിയിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് തള്ളിയിട്ടവൻ, അപവാദം പറഞ്ഞവൻ, അവന്റെ സന്നിധിയിലേക്ക് ഈ സഹോദരങ്ങൾ മുഴുവൻ വന്നിരിക്കുന്നത്. എന്നാൽ പൂർവ്വപിതാവായ ജോസഫ് പ്രതികാരം ചെയ്യാമായിരുന്നു. പ്രതികാരം ചെയ്യാൻ സാഹചര്യമുണ്ടായിട്ടും പൂർവ്വപിതാവായ ജോസഫ് എങ്ങനെയാണ് തന്റെ സഹോദരങ്ങൾ ഓരോരുത്തരും പ്രതികാരം ചെയ്തേ എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 42-ാം അധ്യായം 24-ാം തിരുവചനം പറയുന്നു, ജോസഫ് അവരുടെ അടുത്ത് നിന്ന് മാറി കരഞ്ഞു എന്ന് വചനം പറയുന്നു. വീണ്ടും 43-ാം അധ്യായം 30-ാം തിരുവചനം പറഞ്ഞു, തന്റെ സഹോദരനെ പ്രതി ഹൃദയം തേങ്ങിയപ്പോൾ ജോസഫ് കരയുവാൻ ഒരിടം നോക്കി. പൂർവ്വപിതാവായ ജോസഫ്
പ്രതികാരം ചെയ്യാമായിരുന്നിട്ടും പ്രതികാരം ചെയ്യുകയല്ല ചെയ്തത്, മറിച്ച് ജോസഫ് കരയുകയാണ് ചെയ്തത്. വീണ്ടും 45 അധ്യായം 1 തിരുവചനം പറയുന്നു, തന്റെ അടുത്ത് നിന്നിരുന്ന ഈജിപ്തുകാരുടെ മുമ്പിൽ വികാരമടക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല. അവരെയെല്ലാം പുറത്താക്കാൻ അവൻ ആജ്ഞാപിച്ചു. അതിനാൽ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല. അവൻ ഉറക്കെ കരഞ്ഞു എന്ന് വചനം പറയുക. വീണ്ടും വചനം പറയുകയാണ്, ഉൽപ്പത്തിയുടെ പുസ്തകം 50 അധ്യായം 17 തിരുവചനം, അങ്ങയുടെ പിതാവിന്റെ ദൈവത്തിന്റെ ദാസന്മാരുടെ തെറ്റുകൾ പൊറുക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവർ ഇത് പറഞ്ഞപ്പോൾ ജോസഫ് കരഞ്ഞുപോയി. ജോസഫിന് പ്രതികാരം ചെയ്യാമായിരുന്നു. പ്രതികാരം ചെയ്യാൻ സാഹചര്യമുണ്ടായിട്ടും ജോസഫ് ഒരിക്കലും പ്രതികാരം ചെയ്യുകയല്ല ചെയ്തത്, ജോസഫ് കരയുകയാണ് ചെയ്തത്. തന്റെ സഹോദരങ്ങളെ ഓർത്ത് ജോസഫ് കരഞ്ഞു ദൈവത്തിന്റെ സന്നിധിയിൽ. ഇന്ന് ഒരുപാട് വ്യക്തികൾക്ക് സഹോദരങ്ങൾ തമ്മിൽ ഭിന്നപ്പ്, ഒരുപക്ഷെ സാമ്പത്തികമായ മേഖലകളായിരിക്കാം, ചില വാക്കുകളുടെ പേരിലായിരിക്കാം, ഇതുപോലെ തന്നെ കോടതി കേസുമായി നടക്കുന്ന അവസ്ഥ. ഈ പൂർവ്വപിതാവായ ജോസഫ് നമുക്ക് കാണിച്ചു തരിക, ക്ഷമ എന്ന് പറയുന്നത് മറ്റുള്ളവരെ കരയിപ്പിക്കുന്നതിന് പകരം ഒറ്റയ്ക്കിരുന്ന് കരയുന്നതിന്റെ പേരാ. എന്നെ ദ്രോഹിച്ചവരോട്, എന്നെ വേദനിപ്പിച്ചവരോട് ഒരുപക്ഷെ ഒറ്റയ്ക്ക് കിടന്ന് ഒരുപാട് കരഞ്ഞ് എന്റെ കിടക്കയും എന്റെ തലവിടയും എല്ലാം നിറഞ്ഞിട്ടുണ്ട്. ഈ സമയം കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ മറ്റുള്ളവരെ കരയിപ്പിക്കുന്നതിന് പകരം ഒറ്റയ്ക്കിരുന്ന് കരയുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. കർത്താവ് ആശീർവദിക്കുന്ന സമയമാ. 2 കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിയ മക്കളെ, ഒരുപക്ഷെ മരിച്ചുപോയ വ്യക്തികളോട് ക്ഷമിക്കാനുള്ളവരുണ്ട്, വസ്തു സംബന്ധമായ മേഖലയിൽ ക്ഷമിക്കാനുള്ള വ്യക്തികളുണ്ട്. ചിലർ പറഞ്ഞ വാക്കുകൾ കാരണം ഇപ്പോഴും ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവുമായി നടക്കുന്ന മക്കളുണ്ട്. അന്യായമായി നമ്മുടെ പണം തട്ടിയെടുത്തവരോട്, നമ്മുടെ ഭൂമി കൈവശപ്പെടുത്തിയവരോട്, കോടതി കേസുകളുമായി നടക്കുന്നവരോട്, വിശുദ്ധി നഷ്ടപ്പെടുത്തിയവരോട് എല്ലാം നമുക്ക് ക്ഷമിക്കാറുണ്ട്. 2 കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ചേ. ഓരോ പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നോളം നിന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കാൻ കർത്താവ് നിനക്ക് കൃപ തരിക. കർത്താവ് നിനക്ക് കൃപ തരിക. വിളിച്ച് പ്രാർത്ഥിച്ച് യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ, ക്ഷമിക്കുവാൻ